മുല്ലമൊട്ടുമാല, മാങ്ങാമാല, കാശ്. ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. നിങ്ങൾ വിചാരിക്കും എനിക്ക് നാഗവല്ലി കയറിയതായിരിക്കും എന്നല്ലേ? ഇന്ന് നാഗവല്ലി കയറിയൊന്നും അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ജ്വല്ലറി കളക്ഷൻസും ഹെയർ ആക്സസറീസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇതെൻ്റെ കുറച്ച് കമ്മലിൻ്റെ കളക്ഷനാണ്. ഹെവി ആയിട്ടുള്ള, ഞാൻ അങ്ങനെ സ്കൂളൊന്നും ഉപയോഗിക്കത്തില്ല, വല്ല ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഇച്ചിരി വലിപ്പമുള്ള കളക്ഷൻസാണ്. നിങ്ങൾ ഈ പെട്ടിയെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്ന്. അങ്ങനെയൊന്നും അല്ല. ഈ ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ ബോക്സ് ഞാനിത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ആ ബോക്സിൻ്റെ ഇതിനകത്തിങ്ങനെ ഗോൾഡൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ കമ്മലും ഇട്ട് വയ്ക്കാൻ പറ്റും. കണ്ടോ, ഈ മുട്ടായിയുടെ ഡപ്പയ്ക്കകത്താണ് ഞാൻ ഈ കമ്മലെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മൽ, ഞാൻ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിക്കാം. 200 അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. മീഷോയിൽ നിന്നൊക്കെ വാങ്ങിച്ച കമ്മലാണ് ഇത്. മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇത് 200 സംതിങ് എങ്ങാണ്ടാണ്. നല്ല ഇച്ചിരി വലിപ്പമുള്ള, നല്ല ഹെവി ആയിട്ടുള്ള, ഇച്ചിരി നമ്മൾ കാൽ തൂങ്ങി കിടക്കുന്ന ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഒരു ഹാങ്ങിങ്സാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും, എല്ലാ കളറും ഉണ്ട് അതിനകത്ത്, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരും. നെക്സ്റ്റും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇത് നമ്മൾ കോഴഞ്ചേരി ഉർവശിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. ഇതും വലിയ വിലയൊന്നുമല്ല. വില മീൻസ് 200 സംതിങ് വരും. ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും. ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് നല്ല ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഹെവി ആയിട്ടുള്ളതാണ്, ഞാൻ സ്കൂളിൽ ഉപയോഗിക്കാറില്ല. ഇതൊരു ജിംക്കയാണ്. ഇതിനൊരു മാലയും കൂടി ഉണ്ട്. അത് ഞാൻ വേറെ മാല ഞാൻ വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ആ ജിംക്ക നമുക്ക് സെറ്റ് സാരി അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്നത്. ഇതെൻ്റെ സെയിം കളറാണ്, ഞാൻ ആദ്യം എടുത്തതിൻ്റെ സെയിം കളർ തന്നെയാണ് ഇത്. പക്ഷേ അത്രയും വലിപ്പമില്ല. ഇതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി വിലയുള്ള ഓർണമെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം 200, 100 അങ്ങനെയൊക്കെ ഉള്ളൂ വിലകൾ. ഞാൻ ഒത്തിരി വലിയ വിലയുള്ളതൊന്നും ഞാൻ വാങ്ങിക്കാറുമില്ല. നമുക്കത് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. ഇതും സ്റ്റഡാണ് കേട്ടോ. ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ എടുത്തിടും. ഇതൊരു കുഞ്ഞ് കമ്മലാണ്. ഇത് ഞാൻ സൃഷ്ടി ജുവലേഴ്സിൽ നിന്ന് വാങ്ങിച്ച ഒരു ചോക്കറിൻ്റെയാണ്. ആ ചോക്കർ ഞാൻ പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് സാധാരണ വാങ്ങിച്ചത്. ഇതെനിക്കൊന്ന് ചെറുവോൽപ്പുഴ കൺവെൻഷൻ നന്നങ്ങാണ്ട് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കേട്ടോ എനിക്ക്. ഇതും അതെ, നല്ല ഭംഗിയായത്. നെക്സ്റ്റ് വേറെ ജിമിക്കയാണ്. ഇതും നല്ല ഭംഗിയാണ്. ചുമന്ന കല്ലുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്, ഇച്ചിരി ഗോൾഡൻ വർക്കൊക്കെ ഉള്ളത്. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോവുക. ഇത് നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റീക്കിൻ്റെയാണ്, നല്ല സിൽവറിൻ്റെ. ഇത് മുത്ത് പോലെയുള്ളത് നല്ല ഭംഗിയാണ്. ഇതിന് മാലയുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതും ഒരു സ്റ്റഡാണ്, ഇച്ചിരി വലിപ്പമുള്ള സ്റ്റഡാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ്. മറ്റേ എലിഫൻറ്റിൻ്റെ ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇടും. ഇന്ന കളറൊന്നുമില്ല, ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെന്ന് നമുക്ക് ഇടാൻ പറ്റും. നല്ല ഭംഗിയാണ്, ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊരു ചോക്കറിൻ്റെ കേട്ടോ. മീഷോ എന്ന് വാങ്ങിച്ചൊരു ചോക്കറിൻ്റെയാണ്. അപ്പോൾ ആ ബോക്സ് മൊത്തവും കംപ്ലീറ്റായി. ഞാനത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് എടുക്കാമേ. ഇത് ഞാൻ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കോഴഞ്ചേരി ഉർവശിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വലിയ വിലയൊന്നുമില്ല, 100 സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി പ്രൈസ് ഓർമ്മയില്ല. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ്, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വീണ് പോവുക. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മലുകളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇത് റെഡ് സ്റ്റോൺ മാത്രമുള്ള ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ് കേട്ടോ അതിന്. നെക്സ്റ്റ് ടൈം മറ്റേ ഡിഫറെൻറ്റ് കളറുള്ളതാണ്. ഇത് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു, ഈ ഡിഫറെൻറ്റ് പേൾസ് ഉള്ളത്. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. വല്ലപ്പോഴും മീൻസ് വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, ഡെയിലി അങ്ങനെയൊന്നും അമ്പലത്തിൽ പോകാറില്ല, വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ദിവസമൊക്കെ അമ്പലത്തിൽ പോകാറുള്ളൂ. ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ആ പേളിന്, ആ പർപ്പിൾ കളർ പേളിന് ഇച്ചിരി വെയിറ്റ്, ഹാങ്ങിങ്സ് ആണ്, വെയിറ്റ് ഉള്ളത്. ജിംക്ക ടൈപ്പാണ്, പക്ഷേ ഇച്ചിരി വെയിറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഒരു മാരേജിൻ്റെ ഫംഗ്ഷനൊന്നും വാങ്ങിച്ചതാണ്. ഇത് സിൽവറിൻ്റെതാണ്. ഇത് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, വെയിറ്റ് കുറവാണ് ഇതിന്. നെക്സ്റ്റ് ഇത് ഇച്ചിരി വലിപ്പമുള്ളതാണ്. 2 സ്റ്റെപ്പ് ഉള്ളത്. ഇത് വലിപ്പമാണ്, ഇച്ചിരി ഹാങ്ങിങ്, നമുക്ക് നല്ല ഹെവിയുമാണ് ഈ സാധനം. ഇത് ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നല്ല ഭംഗിയാണ്, ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇതേ സെയിം മോഡൽ തന്നെ, ഇത്രയും 2 സ്റ്റെപ്പില്ല, ഒരു സ്റ്റെപ്പ് ഹാങ്ങിങ്സ് ഉള്ള വേറെ പീച്ച് കളറിൽ. അത് ഞാനൊരു ഫാമിലി ഫംഗ്ഷന് വാങ്ങിച്ചതാണ്, ഡ്രസ്സിന് മാച്ച് ചെയ്ത് വാങ്ങിച്ചത്. ഇതിനും ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇത് വെയ്റ്റ്ലെസ് ആണ്, ഗ്രീൻ കളർ വെയ്റ്റ്ലെസ് ആണ്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, കാണാൻ പക്ഷേ ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വെയിറ്റ് ഒന്നുമില്ല ഇതിന്. മൂണിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്.
ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്റ്റൈലിഷ് കുടി എന്നും പറഞ്ഞൊരു ആപ്പുണ്ട്, അതിനകത്ത് നിന്ന് വാങ്ങിച്ചതാണ്. 200 എന്നാന്ന് തോന്നി. ഇത് സെയിം കമ്മൽ മീഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് സ്റ്റൈലിഷ് കുടി ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. നല്ലതാണ്, അവിടുത്തെ പ്രോഡക്ട്സുകളെല്ലാം നല്ലതാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. നല്ലതാണ്, നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ചാവും. അപ്പം വലിയ വലിയ കമ്മലുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്നും ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാറില്ല. വലിയ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ സ്കൂളിൽ ഇടുന്ന ഞാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളായിരുന്നു. ഇതുപോലത്തെ പല കളർ, അത്യാവശ്യം എല്ലാ കളറും, ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച്, പച്ച, തത്തപ്പച്ച കളറൊന്നും ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഉണ്ടേ. ഇത് ഞാൻ മാറി മാറി സ്കൂളിലിടുന്ന ഇതാണ് ഞാൻ. വേറെ ഉണ്ട്. ഇപ്പം സാധാരണ പെട്ടെന്ന് എൻ്റെ കൈ കിട്ടുന്ന ഈ ടെപ്പയ്ക്കാണ് പെട്ടെന്ന് എൻ്റെ കൈ കിട്ടും. ഇട്ടിട്ടുണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ അങ്ങനെ വലിയ ഹാങ്സ് നമ്മൾ ഇടാറില്ല. ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇടും, അല്ല നോർമലി നമ്മൾ പോകുമ്പം അങ്ങനെയുള്ളതൊന്നും കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ആക്സസറീസേ സ്കൂളിലൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ എല്ലാം എല്ലാം വളരെ ചെറുതാണ് കേട്ടോ. വൈറ്റ് കളറൊക്കെ തന്നെ 2, 3 പല ടൈപ്പുകളുണ്ട്, എല്ലാം പല ടൈപ്പുകളാണ്. ബ്ലൂ, അത് 2 തരം ഗ്രീനാ, പിന്നെ ഒരു കുഞ്ഞ് അത്യാവശ്യം ഈ പേളിൻ്റെ സിംഗിൾ പേൾ ഇതെല്ലാം. അതിൻ്റെ അത്യാവശ്യം എല്ലാം ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ളതൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ കൂടാതെ സ്കൂളിലിടുന്ന വേറെ കുറച്ചുകൂടെ ഉള്ളത് ഞാനിങ്ങനെ പ്രത്യേകം ഞാനത് പ്രത്യേകം ഈ ഷെൽഫിൽ തന്നെ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാനും കാണാനും, അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡ്രസ്സിന് മാച്ചിനായിട്ട് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ അടുക്കി വെച്ചിരുന്നത്. ഇത് ഞാൻ വെളിയിൽ എടുക്കത്തില്ല, ഇത് എടുക്കാനും പറ്റില്ല. പെട്ടെന്ന് എനിക്ക് നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതും അത്യാവശ്യം എല്ലാ കളറും ഉണ്ട് കേട്ടോ. എല്ലാം സ്റ്റോണിൻ്റെയാണ്, അതാണ് എനിക്കിഷ്ടം. ജസ്റ്റ് കല്ലൊക്കെ വേണം, നല്ല തിളങ്ങുന്ന കല്ലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി എൻ്റെ മാലയുടെ കളക്ഷൻസ് കാണാം കേട്ടോ. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇത് 2 സെയിം ആണ്, ഒന്ന് സിൽവറിൻ്റെ ഒന്ന് റോസ് ഗോൾഡും ആണ്. ഇത് ഇച്ചിരി വിലയുണ്ട്. ഇത് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല വിലയുണ്ട് ഇതിന് കേട്ടോ. അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, 800 സംതിങ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ മാലയത്. ഇത് വലിയ വിലയൊന്നുമില്ല. ഇത് റാന്നി ഗോൾഡൻ എംപോറിയത്തിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. 200 എങ്ങാണ്ടേ ഉള്ളൂ ഈ മാലയ്ക്കും ആ കമ്മലിനോട് ചേർത്ത്. നല്ലതാണ്, പേളിൻ്റെയൊക്കെ നല്ല രസമാണ്. ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടും കേട്ടോ, സാരിയുടെ കൂടെയും. പക്ഷെ ഞാൻ 2 പ്രാവശ്യം എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. ഇതാണ് ഞാൻ സൃഷ്ടി ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു കുഞ്ഞ് പച്ച കളർ കമ്മലുള്ള ഈ ചോക്കറിൻ്റെ അത്. ഇത് നല്ല ഭംഗിയാണ്. ഇത് ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ തപ്പുന്നതാണ്, അപ്പോൾ തപ്പിയെടുക്കുമ്പം വാങ്ങിക്കും. പിന്നെ മക്കൾ ചിലപ്പോഴൊക്കെ ഇടും, അവർ പട്ടുപാടയുടെ കൂടെയൊക്കെ ഇടും. ഇതും ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് ചോക്കർ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും ഉണ്ട് സ്റ്റഡുണ്ട്, ആ സെയിം സെൻറ്ററിലുള്ള അതിൻ്റെ അതേ സെയിം സ്റ്റഡായിരുന്നു. അത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. പിന്നെ കുറച്ച് ചോക്കേഴ്സ്, കുഞ്ഞു കുഞ്ഞു ചോക്കേഴ്സാണ്. ഇത് ഞാൻ സൃഷ്ടി ജ്വല്ലേഴ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കുഞ്ഞു ചോക്കറാണ്, ഇത് നല്ല ഭംഗിയാണ്, ക്യൂട്ടായത്. ഒത്തിരി ഉണ്ട്, ഇത്രയേ ഉള്ളുണ്ട്. താമരമൊട്ടല്ല, ഒരു റോസാപ്പൂവിൻ്റെ പൂ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്നത്. ഇതിൻ്റെ കമ്മലും ആ സ്റ്റഡും വളരെ ചെറുതാട്ടോ. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ. നമുക്ക് കണ്ടോ, വളരെ ചെറുതാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിക്കും. ഇത് ഇച്ചിരി വലിപ്പമുള്ളതാണ്, വലിപ്പമുള്ളത്. ഞാൻ 1-2 പ്രാവശ്യം അങ്ങാണ്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെ ഉപയോഗിച്ചിട്ടേ. കാണാൻ നല്ല ഭംഗിയാണ്, ഇച്ചിരി വെയിറ്റും ഉണ്ട് അതിന്. ഇത് കൂടെ മക്കൾ ഇങ്ങനെ ശ്രീശാന്തിക്കൊക്കെ ഒരുങ്ങുമ്പോൾ ഞാൻ ഇതിട്ട് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ സ്റ്റൈലിഷ് കൂടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇതിനും ഒരു കമ്മലുണ്ടേ, അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഇതും ഏതോ പ്രാവശ്യം ഓണത്തിന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇതും ഞാൻ ഓണത്തിന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ജിമിക്കാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത്, സൃഷ്ടി ജ്വല്ലേഴ്സിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. മിക്കതെല്ലാം അവിടുന്ന് തന്നെയാണ്. ഒരു കുഞ്ഞ് ചോക്കറാണ്, സിമ്പിൾ ചോക്കർ, നല്ല ഭംഗിയാണ് കേട്ടോ, സിമ്പിളാണ്. നെക്സ്റ്റ് ഒരു ചോക്കറാണ്, ഒരു കുഞ്ഞ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല, കുഞ്ഞ് ചോക്കർ. ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന് വലിയ വിലയൊന്നുമില്ല, 100 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ഇതിന്. ലക്ഷ്മി ദേവിയുടെ. ഇതും 2 in 1 ആണ്. നമുക്ക് മാലയായിട്ട് ഉപയോഗിക്കാം, അരപ്പട്ടയായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് മക്കൾ ശ്രീശാന്തിക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഞാൻ അരപ്പട്ടയായിട്ട് ഇടുന്ന സാധനമാണ്, ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല. ഇതും അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച മാലയാണ്, പക്ഷെ ഞാൻ ഇടാറില്ല, മക്കളാണ് ഇടുന്നത്. ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാരിയുടെ കൂടെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇടും. ഇത് എനിക്കൊന്ന് 75 രൂപ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി ഉള്ളതാണ്. അത് ഞാൻ സൃഷ്ടി ജ്വല്ലേഴ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ അത്രയേ ഉള്ളൂ, മാലകൾ അത്രയേ ഉള്ളൂ. ഇനി ബാംഗിൾസാണ്.
ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാണ്. അതിനകത്ത് ആ കളർഫുള്ളായിട്ടുള്ള വളകളെല്ലാം കുപ്പിവളയാണ്, പൊട്ടിപ്പോകും അതൊക്കെ, ആ ടൈപ്പ്. ആദ്യത്തേത് മറ്റേ പൊട്ടുന്നതല്ല കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കും. ഇതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. വല്ല ഫംഗ്ഷൻ വരുമ്പോൾ സ്കൂളിലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇതൊക്കെ ഓരോ സമയത്ത് ആ മഞ്ഞ കളർ അതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. കുപ്പിവള, ഇതെല്ലാം കുപ്പിവളാണ്. ഇതും കുപ്പിവളയാണ്. ആ പിങ്ക് കളറൊക്കെ, ആ ബ്ലൂ കളറ് ഞാനൊരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ആ പിങ്ക് കളറും ആ പച്ചയില്ലേ, അതും എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കുപ്പിവളയാണ്. അതൊക്കെ ഞാൻ 1-2 പ്രാവശ്യം. ഇതെൻ്റെ ബുഷസിൻ്റെ കളക്ഷൻസാണ്. എല്ലാ കളറും ഉണ്ട്.